ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വേദഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമറ വസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവനോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ഞാനിവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, പീലാത്തോസ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ആ മനുഷ്യൻ ഇതാ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഏകദേശം 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിപ്പാനിടയായിത്തീർന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ തന്നെ യേശു ക്രിസ്തുവിനെ 2 പ്രാവശ്യം വിസ്തരിച്ചതായിട്ടാണ് ദൈവവചനം നാം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് ചൂണ്ടിപ്പറയുന്ന ആ മനുഷ്യൻ ഏതാണ്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മീതെ ഉള്ളവനും സർവത്തിനും സകലത്തിനും ആധാരവുമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവ് സകലത്തിനും ആധാരമായ ദൈവമാണ്, സകലത്തിനും മീതെയുള്ള ദൈവമാണ്. ആ മനുഷ്യൻ വേഷത്തിൽ മനുഷ്യനായി, ദൈവം മനുഷ്യനായി ലോകത്തിൽ വെളിപ്പെട്ടവനാണ് ശ്രീ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് നാം മനസ്സിലാക്കുന്നു. ആ മനുഷ്യൻ യേശുക്രിസ്തു തന്നെയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിൽ എഴുതിയ വിശ്വാസികളോട് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു. ഇനി എന്തിനു മനുഷ്യനായി? എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന സകല മനുഷ്യരെയും യേശു വിടുവിപ്പാനിടയായിത്തീർന്നു. യേശു എന്തിനാണ് മനുഷ്യനായി തീർന്നതെന്ന് ചോദിച്ചാൽ, ജീവപര്യന്തം ബന്ധിക്കപ്പെട്ട് കിടന്ന പാപത്തിലും രോഗത്തിലും മാനസികവും അങ്ങനെ ശാരീരികവുമായ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു മനുഷ്യ സാദൃശ്യത്തിലായെന്ന് തിരുവചനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനി എങ്ങനെയാണ് യേശു മനുഷ്യനായത്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി. യേശു ദൈവത്തോടുള്ള സമത്വം വേണ്ടെന്ന് വെച്ച് അത് മുറുകെ പിടിക്കാതെ താണലോകത്തിലേക്ക് അവൻ ദാസനായി, മനുഷ്യനായി അവതരിക്കപ്പെടുവാനിടയാത്തുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരം കൊണ്ട് ദൈവത്തിന് സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാനിടയാത്തും. യേശുക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ എന്ന് ആണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ദൈവത്തോടുള്ള സമത്വം കർത്താവ് വേണ്ടെന്ന് വെച്ച് താൻ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ വെളിപ്പെടുവാനിടയാഴ്ത്തുന്നു. യേശു ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. യേശു ലോകത്തെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ യേശു സമ്പൂർണ്ണ ദൈവവുമാണ്. പത്രോസിൻ്റെ 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പോൾ നാം പാപം സംബന്ധിച്ച് മരിക്കേണ്ടവരായിരുന്നു. എന്നാൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം യേശു വഹിക്കുകയും, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ പാപത്തിന് വേണ്ടി യേശു ക്രൂശിൽ
തൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ മരണം നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ പാപമോചനമാണ്. നമുക്ക് ലഭിക്കുന്ന ആത്മസന്തോഷം എന്തെന്ന് ചോദിച്ചാൽ പാപമോചനമാണ്. അവൻ പാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് എന്നുള്ളതാണ് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളെ കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് ഓർപ്പിക്കുവാനിടയാത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23 മുതൽ 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിശാച് ബാധിച്ചവരെയും രോഗികളെയും യേശു സൗഖ്യമാക്കി. അപ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ തന്നെ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് സ്തോത്രം, അവൻ സകല രോഗങ്ങളെയും സകല ബന്ധനങ്ങളിൽ കഴിയുന്നവരെയും വിടുവിക്കുക എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ ലക്ഷ്യം. ലോകം തള്ളിക്കറിഞ്ഞ മനുഷ്യനാണ് യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, യേശു അവരോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായിപ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ അതിന് വേണ്ട പാർപ്പിടങ്ങളുണ്ട്, അതിന് വേണ്ട സ്ഥലങ്ങളുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിന് അവന് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുവാൻ ഒരു ഇടമുള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ലോകമൊക്കെയും പേർ വഴി വരുത്തുന്ന സമയത്ത്, ദൈവത്തിന് സ്തോത്രം, ബെത്ലഹേമിൽ യോസെഫും മറിയയും ചെല്ലുന്ന രംഗം നാം വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ യേശു അവിടെ ചെല്ലുമ്പോൾ മറിയയ്ക്ക് പ്രസവിപ്പാനുള്ള സമയം വന്നു. പക്ഷേ ആ മറിയയ്ക്ക് പ്രസവിക്കുവാൻ ഒരിടം പോലും അന്ന് യഹൂദന്മാർ കൊടുത്തതായിട്ട് നമുക്ക് കാണുന്നില്ല. ആ യേശു ക്രിസ്തുവിനെ പശുത്തൊഴുത്തിലാണ് യേശു ക്രിസ്തു പറന്നതെന്നാണ് തിരുവചനം വായിക്കുന്നത്. ഇതാ ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തു, ആമേൻ ഹല്ലേലൂയ, ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ്. പീലാത്തോസ് പറയുന്ന ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞ് ആ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ യേശു ക്രിസ്തുവിൽ ചില പ്രത്യേകതകളാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. ആ മനുഷ്യൻ, ആ യേശു ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരകൻ മാത്രമല്ല, അത് സകല ആത്മാക്കളുടെയും ജീവൻ നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, സൗഖ്യം നൽകുന്നവൻ. ഇന്ന് ആമേൻ ഹല്ലേലൂയ ആശ്വാസമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിലാണ് ഇന്ന് ലോകമായിരിക്കുന്നത്. അങ്ങനെയുള്ള ജനത്തിന്, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ നടുവിൽ യേശു ക്രിസ്തു നൽകുന്ന ദിവ്യ സമാധാനവും ദിവ്യ വിടുതലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഈ മീഡിയ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.